ഹലോ, ഇന്ന് നമുക്ക് മന്ദാകിനി എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. നായകൻ ഒരു വിവാഹം കഴിക്കും. ആദ്യ രാത്രി തന്നെ തന്റെ വധു അവനോടൊരു കാര്യം തുറന്നു പറയുന്നു. അത് പിന്നീട് കൊണ്ടെത്തിച്ചത് വലിയൊരു സത്യത്തിലേക്കായിരുന്നു. എന്താണതെന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നായകനായ ആരോമൽ അമ്പലത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ആരോമലിന്റെ വിവാഹമാണെന്ന്. ആരോമലിന്റെ അമ്മ രാജലക്ഷ്മി അച്ഛൻ മരിച്ച ശേഷം അച്ഛന്റെ ഡ്രൈവിംഗ് സ്കൂൾ ഏറ്റെടുത്ത് നടത്തി മക്കളെ വളർത്തി. സഹോദരി അജിത ടീച്ചറാകാൻ ആഗ്രഹിച്ചു. ബി.എഡ് കിട്ടാത്തതിനാൽ ഡ്രൈവിംഗ് സ്കൂൾ നോക്കി നടത്തുന്നു. ആരോമലിന്റെ അളിയനാണ് ഉണ്ണി. പണ്ട് ചേച്ചി കോളേജിൽ പഠിച്ചപ്പോൾ ബസ്സിലെ കണ്ടക്ടർ മോശമായി പെരുമാറി. അയാളെ തല്ലാനായിട്ട് ആരോമൽ ഒരു ഗുണ്ടയെ കൊണ്ടുപോയി. അതാണ് ഉണ്ണി. ഉണ്ണിയെ പ്രേമിച്ച് കെട്ടി അജിത സുഖമായി ജീവിക്കുന്നു. അതിനുശേഷം മനോജിനെ കാണിക്കും. പാട്ടുകാരനാണ്. ഐഡിയ സ്റ്റാർ സിംഗറിൽ പാടിയിട്ടുണ്ട്. 12 വരി പാട്ട് 32 വരിയാക്കി പാടി പുറത്തായി. അത് ടെലികാസ്റ്റ് ചെയ്ത് നാട്ടുകാർ കാണാതിരിക്കാനായിട്ട് കേബിൾ കട്ട് ചെയ്തു. അത് നാട്ടുകാർ അറിഞ്ഞു. നാണക്കേടുമായി. അതിനുശേഷം അനിയെ കാണിക്കും. ആരോമലിന്റെ മേമയുടെ മകൻ. ഒരു ഓണത്തിന് മേമ അനിയെ ആരോമലിന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോയി. 18 ഓണം കഴിഞ്ഞു. ഇതുവരെയും മേമ വന്നിട്ടേയില്ല. ആരോമൽ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ പേര് അമ്പിളി. അങ്ങനെ വിവാഹം മംഗളകരമായി കഴിഞ്ഞു. വീട്ടിലേക്കും പോവുകയാണ്. പോകും വഴിയിൽ ആരോമലിന്റെ അളിയനും മാമനും അനിയുമൊക്കെ ബസ്സിലിരുന്ന് മദ്യപിക്കുകയാണ്. പെൺകുട്ടിയെ വീട്ടിലും കൊണ്ട് കയറി. അവിടെയുള്ള സ്ത്രീകളൊക്കെ നല്ലൊരു പെൺകൊച്ചി, ഇവൻ എങ്ങനെ കിട്ടിയെന്നൊക്കെ കുറ്റം പറയുകയാണ്. നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണുമല്ലോ. അവരുടെ ബന്ധുവായ ഒരു ഗൾഫുകാരൻ കുപ്പിയുമായി എത്തി. അത് ഉണ്ണിയളിയനാണെങ്കിലും വാങ്ങി റൂമിൽ കൊണ്ടുവച്ച് പൂട്ടി. ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ്. അങ്ങനെ രാത്രിയായി. ആരോമലിന്റെ ഫസ്റ്റ് നൈറ്റ് ആണ്. ഉണ്ണിയളിയനും കൂട്ടരുമൊക്കെ മദ്യപിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയ ആരോമലിനോട്, ഡാ, നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, ഒരു പെഗ് അടിച്ചിട്ട് പോ, ധൈര്യം കിട്ടുമെന്ന് പറയും. അവൻ അതിന് താല്പര്യമേ ഇല്ല. ഞാൻ എൻ്റെ ഫസ്റ്റ് നൈറ്റിന് 2 പെഗ് അടിച്ചിട്ടാ കയറിയ, അപ്പോൾ നല്ല ധൈര്യമായിരുന്നുവെന്ന് ഉണ്ണിയളിയൻ പറയും. വോഡ്കയിൽ നാരങ്ങയും പിഴിഞ്ഞ് കുറച്ച് ഫ്രൂട്ട്സും അരിഞ്ഞിട്ട് കുടിക്കണം എന്ന് ഉണ്ണി പറയുന്നത് കേട്ട് ആരോമലിന് കൊതി വന്നു. അനിയോടത് പ്രിപ്പയർ ചെയ്യുവാനായും ഉണ്ണി പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ് അടുക്കളയിലെത്തിയ ആരോമലാണെങ്കിലോ ഗ്ലാസ്സിൽ എന്തോ മൂടി വെച്ചിരിക്കുന്നത് കാണും. അനി ഉണ്ടാക്കിയതാകുമെന്ന് കരുതി അതെടുത്തവൻ കുടിക്കുകയാണ്. എന്നിട്ടവൻ നേരെ ബെഡ്റൂമിലേക്കും പോയി. അവിടെ അവനെ കാത്ത് അമ്പിളി ഉണ്ടായിരുന്നു. പക്ഷെ അവന് കിക്കായില്ല. അമ്പിളിയോട് സംസാരിക്കുകയാണ് ആരോമൽ. അപ്പോൾ അമ്പിളി ആരോമലിന് പ്രണയമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അളിയൻ പറഞ്ഞതോർക്കും. പ്രേമമുണ്ടായിരുന്നോ എന്ന് പെൺപിള്ളാര് ചോദിച്ചാൽ ഒരിക്കലും ഉണ്ടെന്ന് പറയരുതെന്ന് പണി കിട്ടുമെന്നും പറഞ്ഞിരുന്നു. അത് ഓർത്ത ആരോമലാണെങ്കിലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്പിളി, എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു, അവന്റെ പേര് സുജിത്ത് എന്ന് പറഞ്ഞ് കാമുകനെ പറ്റി പറഞ്ഞ് കരയുവാനായും തുടങ്ങി. അവളുടെ വായിൽ നിന്നും വോഡ്കയുടെ സ്മെല്ല് വരുന്നു. അത് മനസ്സിലാക്കിയ ആരോമൽ അമ്പിളിയെ റൂമിലിരുത്തി അളിയനടുത്തേക്ക് പോയി. അമ്പിളി വോഡ്ക അടിച്ചിട്ടുണ്ട്, എങ്ങനെയാണെന്നറിയില്ല. ഞാൻ അടുക്കളയിൽ ഇരുന്നതാണ് എടുത്ത് കുടിച്ചത്, പക്ഷേ എനിക്ക് കിക്കായില്ലെന്ന് പറയുമ്പോൾ ആരോമലിനെ റൂമിൽ വെച്ചിരുന്നു. അടുക്കളയിൽ ഇരുന്നത് ഫ്രൂട്ട് ജ്യൂസ് ആയിരുന്നു എന്നും അനി പറയുന്നു. അത് കേട്ട ഉണ്ണിക്കും ആരോമലിനും കാര്യം മനസ്സിലായി. ഇനി എന്ത് ചെയ്യുമെന്ന് ആരോമൽ ചോദിക്കുമ്പോൾ പുളിവെള്ളം കൊടുത്ത് ശരിയാക്കാമെന്ന് പറഞ്ഞ് ഉണ്ണി ആരോമലിനെയും കൂട്ടി അവിടേക്ക് പോകും. അപ്പോഴേക്കും അമ്പിളി ഹാളിലേക്ക് വന്ന് അവിടെ ആരോമലിന്റെ അമ്മയും ചേച്ചിയൊക്കെ മദ്യപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ എത്തിയ അമ്പിളി കാമുകനായ സുജിത്തിനെ പറ്റി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഉണ്ണി മദ്യം വെച്ചിട്ടാണവൾ അതെടുത്ത് കുടിച്ചതെന്ന് മനസ്സിലാക്കിയ അമ്മയാണെങ്കിലോ ഉണ്ണിയെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അപ്പോഴേക്കും പ്രണയിച്ച സമയം സുജിത്തുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൾ വിളിച്ചു പറയുന്നു. അത് കേട്ട അമ്മ, നമ്മൾ മാത്രം ഇതറിഞ്ഞാൽ മതിയാവും, അവളുടെ വീട്ടുകാരും അറിയണ്ടേ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിക്കും. കാര്യമെല്ലാം അവരോട് തുറന്നു പറഞ്ഞു. അവരവിടെ എത്തി. അവർ അമ്പിളിയുടെ അവസ്ഥ കണ്ട് ഞെട്ടിപ്പോവുകയാണ്. ആരോമലിന്റെ വീട്ടുകാർ മദ്യം കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞ് ചെറിയ സംസാരമൊക്കെ ഉണ്ടായി. എന്നാൽ കല്യാണത്തിന് പാചകത്തിന് വന്നാൽ അതെല്ലാം കേട്ട് ഭാര്യയെ വിവരമറിയിക്കും. കൂടാതെ അവർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതിലും കാര്യം പറഞ്ഞു എല്ലാവരെയും അറിയിക്കുകയാണ്. നാട് മുഴുവൻ അറിയട്ടെ എന്നായിരുന്നു അയാളുടെ പ്ലാൻ. അമ്പിളിയാണെങ്കിലോ സുജിത്തിനെ കാണണമെന്ന് ഒരേ കരച്ചിൽ. അമ്മയാണെങ്കിലോ സുജിത്തിനെ കണ്ടാലേ ഇവൾ കരച്ചിൽ നിർത്തുവെന്ന് മനസ്സിലാക്കി അമ്മയും മറ്റ് സ്ത്രീകളും ചേർന്ന് അമ്പിളിയെ വണ്ടിയിൽ കയറ്റി സുജിത്തിനെ കാണാനായി കൊണ്ടുപോകും. അപ്പോൾ കൂടെയുള്ള ആരോമൽ ചോദിക്കും, ഇവൾ വെള്ളമടിച്ച കിക്കിൽ പറയുന്നതാ, നാളെ ഇതൊക്കെ നേരെയാകുമെന്ന് പറയുമ്പോൾ നിനക്ക് താല്പര്യമില്ലെങ്കിൽ വരണ്ട എന്ന് പറഞ്ഞ് ആരോമലിനെ ഇറക്കി വിട്ടിട്ട് പോകും. ആരോമൽ ഉടനെ തന്നെ ഉണ്ണിയളിയനെ വിളിച്ച് കാര്യം പറഞ്ഞു. നീ അവിടെ നിൽക്ക്, ഞങ്ങൾ ദേ വരുന്നുവെന്ന് അളിയൻ പറഞ്ഞു. പക്ഷേ എല്ലാവരും മദ്യപിച്ചിരുന്നതിനാൽ ആര് വണ്ടി ഓടിക്കും എന്ന ചർച്ച നടക്കും. അപ്പോൾ പാട്ടുകാരനായ മനോജ് മദ്യപിക്കാത്തതിനാൽ മനോജ് വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞു. മറ്റൊരു വശത്ത്
അമ്പിളിയെയും കൊണ്ട് വണ്ടിയിൽ പോവുകയാണല്ലോ. അപ്പോൾ അജിത ചോദിക്കും, നിനക്കൊരു പ്രണയമുണ്ടായിരുന്നെങ്കിൽ പിന്നെന്തിന് എൻ്റെ അനിയനെ വിവാഹം കഴിച്ചെന്ന് ചോദിക്കുമ്പോൾ അതൊരു വലിയ കഥയാണെന്ന് പറഞ്ഞ് അവൾ ആ കഥ പറയും. കോളേജിൽ പഠിക്കുകയായിരുന്ന സമയത്ത് അമ്പിളിയുടെ പിന്നാലെ ഒരു പയ്യൻ നടക്കുമായിരുന്നു. അവനാണ് സുജിത്ത്. ഒടുവിൽ സുജിത്തുമായി അമ്പിളി പ്രണയത്തിലായി. വീട്ടുകാരതറിഞ്ഞു എന്ന് പറയുന്ന സമയം തന്നെ ചെക്കിങ്ങിൽ അവരുടെ വണ്ടി പോലീസ് പൊക്കും. ജീപ്പിലേക്ക് നോക്കിയ കോൺസ്റ്റബിൾ ആണെങ്കിലോ അതിലുണ്ടായിരുന്ന സ്ത്രീകളൊക്കെ പരുങ്ങുന്നത് കണ്ട് എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കി SIയെ അറിയിക്കും. SI വന്ന് നോക്കിയപ്പോൾ രാജലക്ഷ്മിയെ കണ്ട് ഞെട്ടിപ്പോകും. കാരണം SIയെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് രാജലക്ഷ്മിയായിരുന്നു. ടീച്ചറെ, ടീച്ചർക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാൻ ബെന്നി, ടീച്ചറാ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് എന്നൊക്കെ പറയുമ്പോൾ, എടാ ബെന്നി, നീ ഇപ്പോൾ SI ഒക്കെ ആയോ എന്ന് പറഞ്ഞ് അവൻ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ചെയ്ത തെറ്റുകളൊക്കെ പറഞ്ഞ് കളിയാക്കി രാജലക്ഷ്മി ചിരിക്കുന്നു. അങ്ങനെ കളിയാക്കല്ലേ ടീച്ചറെ എന്ന് ബെന്നി പറയുന്നുണ്ട്. ബെന്നി അവരെ കൊണ്ട് ഊതിപ്പിക്കുമ്പോൾ അതിൽ ശബ്ദം കേൾക്കും. ടീച്ചർ കുടിച്ചിട്ടുണ്ടെന്ന് ബെന്നിക്ക് മനസ്സിലായി. ഇത് പണിയായല്ലോ, ടീച്ചറായതിനാൽ ഫൈൻ അടയ്ക്കാനായും പറയും. രാത്രി എവിടെ പോകുന്നെന്ന് ചോദിക്കുമ്പോൾ രാജലക്ഷ്മിയാണെങ്കിലോ തന്റെ മരുമകൾക്ക് അമ്മയെ കാണണം, ഇന്ന് കല്യാണം കഴിഞ്ഞതേയുള്ളൂ, വീട്ടിലെത്തിയപ്പോൾ തന്നെ അവൾക്ക് അമ്മയെ കാണണമെന്ന കരച്ചിലായി, അതുകൊണ്ട് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറയും. അതെല്ലാം കേട്ട ബെന്നിയാണെങ്കിലോ, എങ്കിലിപ്പോൾ പൊയ്ക്കോ, നാളെ രാവിലെ ടീച്ചർ വന്ന് ഫൈൻ അടച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ്. രാജലക്ഷ്മി ഒരു കള്ളം പറഞ്ഞ് എസ്കേപ്പ് ആയതാണ്. അതിനുശേഷം എന്തായി അമ്പിളിയോട് ചോദിക്കുമ്പോൾ അവൾ നടന്ന സംഭവം പറയും. സുജിത്തുമായുള്ള ബന്ധം വീട്ടുകാരറിഞ്ഞല്ലോ, ആകെ പ്രശ്നമായി. അവൾക്ക് വേറെ വിവാഹമൊക്കെ നോക്കുന്നു. വീട്ടുകാർ തീരുമാനിക്കുന്ന ആളിനെ കെട്ടണമെന്ന് വീട്ടുകാർ പറഞ്ഞു. അതവൾ സുജിത്തിനെ അറിയിച്ചു. നീ അല്ലാതെ എനിക്ക് പറ്റില്ലടാ എന്നവൾ പറയുമ്പോൾ സുജിത്ത് പറയും, പെണ്ണ് കാണലായതല്ലേ ഉള്ളൂ, നീ പെണ്ണ് കാണാൻ ചെന്ന് നിൽക്ക്, ബാക്കി നമുക്ക് നോക്കാമെന്ന് പറയുമ്പോൾ, പറ്റില്ല, നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് അമ്പിളി ചോദിച്ചു. എങ്കിൽ നമുക്ക് ബാംഗ്ലൂർ പോകാം, അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നും അവൻ പറഞ്ഞു. അതിനുശേഷം സുജിത്തിന്റെ ഒരു വിവരവുമില്ല. അവൾക്ക് ആകെ ടെൻഷനായി. ഒരിക്കൽ അവനെ കാണണമെന്ന് പറഞ്ഞ് അവൾ ഫോൺ വിളിച്ചു. നേരിൽ കാണുമ്പോൾ അവന് കുറച്ച് സ്വർണം ഏൽപ്പിക്കും. നിന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് ഒന്നും സെറ്റാകാത്തതെന്ന് എനിക്കറിയാം. ഈ സ്വർണം വിറ്റ് എല്ലാം ശരിയാക്കാനായി പറഞ്ഞു. നമുക്ക് ഉടനെ തന്നെ പോകാമെന്നും അവൾ പറഞ്ഞു. അതും വാങ്ങി സുജിത്ത് പോയതാണ്. പിന്നീട് ഒരു വിവരവുമില്ല. അവൻ അവളെ ചതിച്ചുവെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ആകെ തകർന്നു പോയി. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്ന സമയത്തായിരുന്നു വീട്ടുകാരൊരു പ്രപ്പോസൽ ഓക്കെ ആക്കിയത്, ആരോമലുമായിട്ടുള്ളത്. അങ്ങനെയാണ് വിവാഹം നടന്നതെന്നും അമ്പിളി പറയും. അതെല്ലാം കേട്ട രാജലക്ഷ്മി ചോദിക്കും, നിന്നെ ചതിച്ചവനെ കാണാനാണോ നീ ഈ പ്രശ്നമുണ്ടാക്കുന്നേ? ഇനി നീ അവന് വേണ്ടി കരയരുത്, അവന് കൊടുക്കേണ്ടതൊക്കെ നീ കൊടുക്കണമെന്ന് പറയുമ്പോൾ അമ്പിളി പറയും, അതിനുവേണ്ടിയാണമ്മേ ഞാൻ ഇത്രയും പ്രശ്നമുണ്ടാക്കിയത്, വെള്ളമടിച്ച പോലെയൊക്കെ അഭിനയിച്ചത്. അല്ലാതെ ഞാൻ കാര്യം തുറന്നു പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതെന്ന് അവൾ പറയും. മാത്രവുമല്ല, കല്യാണത്തിന് സുജിത്ത് വന്നിരുന്നു. അവൻ ആഹാരം കഴിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. എനിക്കവനെ കാണണം. എന്നോട് ചെയ്തതിന് എനിക്കവനോട് പകരം ചോദിക്കണമെന്ന് അമ്പിളി പറയുമ്പോൾ, അത് തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് സുജിത്തിനടുത്തേക്ക് രാജലക്ഷ്മി കൊണ്ടുപോകും അവളെ. അപ്പോൾ അവൻ ഒരു കരോളിൽ പങ്കെടുക്കുകയായിരുന്നു. അമ്പിളിയെ കണ്ടതും സുജിത്ത് അവളുടെ അടുത്ത് വന്ന് അവൻ മനസ്സ് മാറ്റാനായി ഓരോന്നൊക്കെ പറയും. രാജലക്ഷ്മിയാണെങ്കിലോ അവന്റെ നെഞ്ചിൽ ചവിട്ടി അവനെ ദൂരേക്കെറിയും. എന്നിട്ട് അവനെ അമ്പിളിക്ക് മുന്നിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരുമ്പോഴോ അമ്പിളി അവനിട്ട് 2 കൊടുക്കും. എന്നിട്ടവർ പോകാനായി ഇറങ്ങുമ്പോൾ സുജിത്തിന്റെ കൂട്ടുകാർ വണ്ടി തടയും. കൂട്ടത്തിലൊരാളെ തല്ലിയിട്ട് അങ്ങനെയങ്ങ് പോയാലോ എന്ന് ചോദിക്കും. അതേ സമയത്താണ് ആരോമലും ഉണ്ണിയളിയനും ഗ്യാങ്ങുമൊക്കെ അവിടെ എത്തിയത്. അവന്മാരെയെല്ലാം അടിച്ചൊതുക്കി അവരെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. അങ്ങനെ അമ്പിളിയുടെ പ്രതികാരം അവിടെ അവസാനിച്ചു. വിവാഹം കഴിഞ്ഞ് 2-ാം ദിവസം മുടങ്ങിപ്പോയ ആദ്യ രാത്രി ആരോമൽ പുതുക്കുകയാണ്. അമ്പിളിക്കടുത്തെത്തിയ ആരോമൽ പറയും, അന്ന് പ്രണയമുണ്ടായിട്ടില്ലെന്ന് ഞാൻ കള്ളം പറഞ്ഞതാണ്. ഞാൻ മൊത്തം 3 പേരെ പ്രണയിച്ചു. പേടിക്കണ്ട, പക്ഷെ ആരും എന്നെ പ്രേമിച്ചിട്ടില്ല. അതിന്റെ കാരണം ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. അമ്പിളിയെ പോലെ നല്ലൊരു പെൺകുട്ടിയെ എനിക്ക് കിട്ടാനാ അതൊന്നും നടക്കാതായതെന്ന് ആരോമൽ പറയുമ്പോൾ അതെല്ലാം സന്തോഷത്തോടെ കേൾക്കുകയാണ് അമ്പിളി. ആരോമൽ അവൾക്ക് സന്തോഷത്തോടെ ഒരു പൂ കൊടുക്കും. അത് അമ്പിളി ഏറ്റുവാങ്ങുന്നതോടെ സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കുമാണ് വീഡിയോ ഒരുപാട് പേരുടെ കയ്യിലെത്തിക്കുന്നത്. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.